ഹായ് ഫ്രണ്ട്സ്, സിംപിൾ ടെക് മലയാളത്തിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ LED ലൈറ്റിൻ്റെയാണ് കാണിച്ചത്. അപ്പോൾ ഇന്ന് നമ്മുടെ കുട്ടികളെ കളിക്കുന്ന ടോയ്സ് കാർ കേടായി കഴിഞ്ഞാൽ എങ്ങനെ റിപ്പയർ ചെയ്യാം, അതിൻ്റെ ബാറ്ററി എങ്ങനെ പോയി റീപ്ലേസ്മെൻറ്റ് ചെയ്യാം, എന്ത് ബാറ്ററിയാണ് അത് ഉപയോഗിച്ചാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നുള്ളൂ. ബാറ്ററി പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് കാണിക്കാം. അപ്പോൾ ഇത് ഈ ബാക്കിലെ ഈ സീറ്റിൻ്റെ ഉള്ളിലാണ് ബാറ്ററി വരുന്നത് കേട്ടോ. 2 6 വോൾട്ട് ബാറ്ററി ആണ് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് വരുന്നത് 4 വീൽ ഡ്രൈവായിട്ടാണ് ചെയ്തേക്കുന്നത്. 4 മോട്ടർ 4 വീലും സെപ്പറേറ്റ് ഗിയറിലിട്ടാണ് ചെയ്തേക്കണം കേട്ടോ. ഒരു ഓഫ് റോഡ് വണ്ടിയുടെ ലുക്കിലാണ് ചെയ്തേക്കുന്നത്. നല്ല ഒരു 8,000 തൊട്ട് ഒരു 12,000 രൂപ പല റേഞ്ചിലുള്ള വണ്ടിയുണ്ട് കേട്ടോ ഇതിൻ്റെ വലിപ്പം അനുസരിച്ച്. അപ്പോൾ നമുക്കിതിൻ്റെ ബാറ്ററി ബോക്സ് തുറന്ന് നോക്കാം. ഇത് ബാറ്ററി കംപ്ലൈൻ്റ് ആവുമെന്ന് അറിയണമെന്ന് വെച്ചാൽ നമുക്കിത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ അഡാപ്റ്ററിൽ ഫുൾ ചാർജ് കാണിക്കും സിഗ്നൽ. പിന്നെ അധികം ബാക്കപ്പ് കിട്ടില്ല. പെട്ടെന്ന് തന്നെ ബാറ്ററി ഇറങ്ങിപ്പോവും. ഒരു 2 റൗണ്ട് ഓടിക്കുമ്പോഴേക്കും ബാറ്ററി പോകും. അപ്പോൾ അതൊക്കെയാണ് ബാറ്ററി ഡാമേജ് ആയതിൻ്റെ ലക്ഷണങ്ങൾ. വേറെ വീലിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ അടിയിൽ ചെയ്തേക്കുന്നതുണ്ടോ. അപ്പോൾ ഇത് ഇതുപോലെ ചെറിയ 12 വോൾട്ട് മോട്ടർ വിത്ത് ഗിയറൊക്കെ ചെയ്തിട്ടാണ് ഓരോ വീലിലോട്ട് സെപ്പറേറ്റ് ആണ്. എല്ലാ വീലിലും ഇതുപോലെ മോട്ടറുണ്ട്. ഇതിനുണ്ട് ഇതിൻ്റെ അകത്താണെന്നുള്ളൂ, കാണാൻ പറ്റില്ലെന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗിയർ വീൽ സെറ്റപ്പ്. സെപ്പറേറ്റ് ഓരോ വീലിനും 4 മോട്ടറുകളാണ്. ഇതാണ് 4 വീൽ ഡ്രൈവായിട്ട് ചെയ്തിരിക്കുന്നത്. ചെറിയ മോട്ടറുണ്ടോ കൊണ്ട് നമ്മുടെ പഴയ ടേപ്പ് റെക്കോർഡിലൊക്കെ വന്ന ടൈപ്പ്, അതിൻ്റെ തന്നെ വേറെ ഒരു ടൈപ്പ് തന്നെ. മിനി മോട്ടറല്ല, അതിലും കുറച്ചുകൂടി വലുതാണ്. നല്ല ബിൽഡ് ക്വാളിറ്റിയൊക്കെ ഉണ്ട്. അത്യാവശ്യം പ്ലാസ്റ്റിക്കാണ് ഉപയോഗിച്ചത്. ഇതിപ്പോൾ ഡെഡല്ല, ബാറ്ററി കാണിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ ഇതിൽ നമുക്ക് ചാർജിങ് അഡാപ്റ്റർ കുത്തി വെക്കാം. അതായത് ഇവിടെയാണ് എൻ്റെ സീറ്റിൻ്റെ സൈഡിലായിട്ടാണ് പിന്നെ വരുന്നത്. കുത്തി വയ്ക്കാനുള്ള അവസ്ഥ ഇതാണ്. ചാർജിങ് ഫസ്റ്റ് റെഡ് കത്തും, പക്ഷെ അപ്പോൾ തന്നെ കണ്ട ഗ്രീനായി മാറി, അതായത് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ ബാറ്ററി ബോക്സ് നമുക്ക് കഴിച്ചു നോക്കാം. എൻ്റെ ചാർജറിന് 12 വോൾട്ട് 1 ആമ്പിയർ ആണോ. അപ്പോൾ അത് ചാർജർ കംപ്ലയിൻ്റ് ഒക്കെ ആയി നമുക്ക് മൊബൈൽ ഷോപ്പിലും അങ്ങനെ ഡ്യൂട്ടി പേ ഷോപ്പിൽ ഇലക്ട്രോണിക് ഷോപ്പിലൊക്കെ കിട്ടും. നമ്മുടെ 12 വോൾട്ട് 1 ആമ്പിയറിൻ്റെ ഒരു അഡാപ്റ്റർ ചാർജർ വെച്ചാൽ മതി. ടൈപ്പ് പിന്നാണ്, അതാണ് അതിൻ്റെ പിന്നെ വരുന്നത്. ഇത് അഴിക്കാനായിട്ട് ഇതേ ഇവിടെ സീറ്റിൻ്റെ അവിടെ രണ്ട് സൈഡിലും ഇവിടെയും അവിടെ 2 സ്ക്രൂ ഉണ്ട്. അഴിച്ചായിട്ട് പോന്നോളൂ. ഇതാണ് ഇതിൻ്റെ അകത്തുള്ളത്. 2 ബാറ്ററി 6 വോൾട്ട് 2 ബാറ്ററി, പിന്നെ ഒരു കൺട്രോൾ യൂണിറ്റ്. ഇത് പിന്നെ റിമോട്ടിൻ്റെ RC കൺട്രോളറും പിന്നെ ബാറ്ററി കട്ട് ഓഫ് സിസ്റ്റം ഒക്കെ അതിനകത്തുണ്ടോ. മോഡൽ നമ്പറും കാര്യമൊക്കെ കൂടെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ടോയ്സ് സെയിൽ ചെയ്യണ കടയുടെ പോയി സംഭവം കിട്ടും കേട്ടോ. അതിൻ്റെ ഫുൾ ഐറ്റംസ് എല്ലാ ജില്ലയിലും മിക്കയിടത്തും കട കണ്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ടോയ്സ് വെക്കുന്ന കടയിൽ സാധനങ്ങളൊക്കെ കിട്ടുന്നതാണ്. ബാറ്ററിയും കാര്യങ്ങളും അവിടെ സർവീസും കാര്യമൊക്കെ ഉണ്ട്. ഈ മോട്ടറൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. നമ്മൾ ബാക്കിലെ വീലിൻ്റെ ഡ്രൈവ്. അപ്പോൾ നമുക്ക് ആദ്യം ബാറ്ററിയുടെ ഇവിടെ 2 സ്ക്രൂ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ ബാറ്ററി ഊരിയെടുക്കാം. സോൾഡറിങ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ചെറുത് എല്ലാം പിന്നെ വഴി അഡാപ്റ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തന്നെ ചെയ്യാം. അതായത് നമ്മൾ അഴിക്കുകയാണ്. 4 സ്ക്രൂ ബാറ്ററിയുടെ ലോക്ക് ചെയ്ത് വെച്ചാണ് ഒരു ബാറുണ്ട്. ഇത് നമുക്ക് ഇത് മാറ്റി സ്ക്രൂ ഒക്കെ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബാറ്ററി എടുക്കുകയാണെങ്കിൽ കറക്റ്റാണ് പിന്നെ ഊരിയാൽ മതി 2 സൈഡിൽ. പിന്നെ ഒരു ബ്ലാക്ക് നെഗറ്റീവ് റെഡ് പോസിറ്റീവ് ഒരു ഫ്യൂസ് വഴിയാണ് പുറത്തുന്നത്. ഒരു ഫ്യൂസ് കാരിയർ ഉണ്ട്, എന്നിട്ട് ഷോർട്ടായി പോകാതിരിക്കാൻ വേണ്ടി. ഒരു റെഡും ബ്ലാക്കും, അത് സാധാ പ്ലസ് നെഗറ്റീവും. അപ്പോൾ നമുക്ക് ബാറ്ററി ഊരിയെടുക്കാം. ഇതാണ് ഇതിൻ്റെ ബാറ്ററി ഉണ്ടോ. ബാറ്ററിയുടെ വോൾട്ടേജ് റേഞ്ചാണ് ഈ കാണുന്നത്. 4.5 ആമ്പിയർ ബാറ്ററിയാണ്. പിന്നെ ഡീറ്റെയിലൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്കിത് എമർജൻസിയിലൊക്കെ ഉപയോഗിക്കുന്ന പഴയ എമർജൻസിയിലൊക്കെ ഉപയോഗിക്കുന്ന 6 വോൾട്ട് ബാറ്ററിയാണത്. 6 വോൾട്ട് 4.5 ആമ്പിയർ. അപ്പോൾ നമ്മൾ ഈ ബാറ്ററി ഒന്നും ചെയ്യാൻ പറ്റില്ല. സീൽഡ് ബാറ്ററിയാണ്, സീൽഡ് റീചാർജബിൾ ബാറ്ററി. അപ്പോൾ നമുക്കിത് റീപ്ലേസ്മെൻറ്റ് ചെയ്ത് പുതിയത് വാങ്ങിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ബാറ്ററി കേട്ടോ.
സെയിം 6 വോൾട്ട് 4.5 ആംപിയർ സീൽഡ് ലെഡ് ആസിഡ് ബാറ്ററിയാണത്. അപ്പോൾ അത് നമ്മുടെ പഴയത് സെയിം അളവ് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇത് കോമൺ ആയിട്ട് വരുന്നതാണ്. ഈ ബാറ്ററിക്ക് ഞാൻ വാങ്ങിച്ചത് 250 രൂപയുടെ ബാറ്ററിയാണ്. ഒരെണ്ണം 250 രൂപ, ഇത് രണ്ടെണ്ണം 500 രൂപ. വാറണ്ടി ഉള്ളതാണെങ്കിൽ 350 രൂപ റേഞ്ച് വരും. അപ്പോൾ നമുക്ക് ഇതിനിപ്പോൾ വാറണ്ടി ഉള്ളതിൻ്റെ ആവശ്യമില്ല, അങ്ങനെ കംപ്ലൈൻറ്റൊന്നും വരുന്നില്ല. ഒരു കൊല്ലത്തേക്ക് 1.5 കൊല്ലത്തേക്ക് അത്യാവശ്യം കിട്ടും. അപ്പോൾ ഇത് നമുക്ക് അധികം വില കൂടിയ ടൈപ്പൊന്നും വാങ്ങിക്കുന്നില്ല, അത് ടോയ്സിനിടാണല്ലേ. ഇപ്പോൾ ഈ ടൈപ്പൊക്കെ മതിയാവും. ഈ വില കൂടിയതൊക്കെ ഉണ്ട്, 500-600 ഒക്കെ ഉള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഈ ബാറ്ററി മതി. അപ്പോൾ നമുക്ക് ഈ ബാറ്ററിയൊക്കെ നമുക്ക് ഇലക്ട്രോണിക് ഷോപ്പിൽ എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഓരോ ഹോൾസെയിലും റീറ്റെയിലും ചെറിയ വില വ്യത്യാസം ഉണ്ടാവും. നമുക്ക് ഓൺലൈനിലും വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് തൊട്ടടുത്തുള്ള എല്ലാ ഇലക്ട്രോണിക് ഷോപ്പിലും സാധനം കിട്ടും. എമർജൻസിയുടെ ബാറ്ററി അല്ലെങ്കിൽ ബാറ്ററിയുടെ ഫോട്ടോ എടുത്ത് കൊണ്ടുപോയി കാണിച്ചു കൊടുത്താൽ മതി. 6 വോൾട്ട് 4Ah ബാറ്ററി, 4.5Ah ബാറ്ററിയാണ്. അപ്പോൾ ഇത് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല, സാധാ ലിഥിയം ബാറ്ററി ഒന്നുമല്ല, ഇത് സീൽഡ് ലെഡ് ആസിഡ് ബാറ്ററി ഉണ്ടോ. സംശയം ഉണ്ടെങ്കിൽ ബാറ്ററി തന്നെയാണെന്ന് പറയാൻ ഉറപ്പിക്കാൻ നമുക്ക് അത് ഒരു മൾട്ടിമീറ്റർ വെച്ചിട്ട് നോക്കിയാൽ മതി. വോൾട്ടേജ് 2 വോൾട്ട് ഉള്ളൂ, 2.8 ഉള്ളൂ പഴയതിൽ. പുതിയതാണെങ്കിൽ നമുക്ക് 6 വോൾട്ടിന് മേലെ കാണിക്കും, 6.3. അപ്പോൾ നമുക്ക് പുതിയ ബാറ്ററി എടുത്ത് വണ്ടിയിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ജസ്റ്റ് പഴയ പുസ്തകം നോക്കി അങ്ങോട്ട് വെച്ചാൽ വേറെ ഒന്നുമില്ല, കറക്റ്റാണ്, സൂട്ടബിൾ, കറക്റ്റ് സൂട്ടാണ്. വയ്ക്കുമ്പോൾ എങ്ങനെ വെക്കണം, രണ്ടും ഒരേപോലെ. ഇതിൻ്റെ ക്യാപ്പ് പറഞ്ഞുകൊണ്ട് എടുത്ത് മാറ്റാം. ഇതിൻ്റെ കണക്ഷൻ കൊടുക്കാം. ഒരു ബാറ്ററി സീരീസ് ചെയ്യണ ഒരു വയറുണ്ട്, അതങ്ങനെ തന്നെ കൊടുക്കുന്നത്. ബ്ലാക്ക് റെഡ് പോസിറ്റീവ് എടുത്തിട്ട് ബ്ലാക്കിലോട്ട് നേരെ കണക്ഷൻ ചെയ്ത് കൊടുത്ത് തരുന്നത്. സോൾഡിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് എല്ലാം ഉണ്ട്, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇവിടെ പോസിറ്റീവ് നെഗറ്റീവറോടെ പോയി നെഗറ്റീവ് ഉണ്ട്, അത്രയുള്ള കാര്യം. ഇനി നമുക്ക് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. മ്യൂസിക് എല്ലാം വർക്കിംഗ് ആണ്. ഇവിടെ അത് മൈക്ക് കുത്തി പിള്ളേർക്ക് പാട്ടും മ്യൂസിക്കും അതുപോലെ മറ്റേ നമ്മുടെ മെമ്മറി കാർഡൊക്കെ വെച്ചിട്ട് കരോക്കൊക്കെ പാടാൻ സെറ്റപ്പൊക്കെ ഉണ്ട്. പക്ഷെ അത് കംപ്ലൈൻ്റ് ആയി തോന്നുന്നു. ഫുൾ ഫീച്ചേഴ്സൊക്കെ ഉള്ളൊരു ടോയ് കാറാണത്. ആക്സിഡൻറ്റ് കൊടുത്ത് നോക്കാം. ഓടുന്നുണ്ട്. ഓക്കെ, റിവേഴ്സ് ഇട്ടാൽ ഓക്കെ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ടോയ് കാറിൻ്റെ ബാറ്ററി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു സോൾഡിങ് കണക്ഷൻ ഒന്നും ഇല്ലാണ്ട് നമുക്ക് തന്നെ മാറ്റാവുന്നുള്ളൂ. നിസ്സാര രൂപയ്ക്ക് സംഭവം കിട്ടും. ബാറ്ററി എല്ലാം ചെറിയ പൈസയുള്ളൂ. അപ്പോൾ നമ്മളിത് ഫിറ്റ് ചെയ്തതിന് ശേഷം ഒരു ബാറ്ററി ഫുൾ ചാർജ് ആകാൻ വേണ്ടി ചാർജ് ചെയ്യണം, എന്നിട്ട് വേണം ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വരാം.